നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഹലോ എവരിവൺ, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ടെമ്പിൾ വിസിറ്റാണ്. കുറച്ച് വാഗനം കൊണ്ട് കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പം അതാണ് നമ്മൾ ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ അമ്പലങ്ങളിലൊക്കെ ഇന്നലെ പോയി. ഇന്ന് നമ്മൾ രണ്ടും കൂടി പോകുന്നത് അതുപോലെ മണ്ണാറശാല. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു ഓൾമോസ്റ്റ് 11 കിലോമീറ്റർ ആയി. അപ്പോഴാണ് ഞാൻ എൻ്റെ കോളേജിൻ്റെ അടുത്തെത്തി, നിലമേ കോളേജ്. ഞാൻ അടിച്ച് ഞാൻ 5 വർഷം പഠിച്ച കോളേജാണ്, NSS കോളേജ് നിലമേൽ. ഡിഗ്രിയും PG അവിടെ ആയിരുന്നു. രാവിലെ പാവത്തിനെ എടുത്തിട്ട് കുളിപ്പിച്ചതാ, ഫുള്ള് കവറോളൊക്കെ ഇട്ട് ഇവിടെ ഇരുത്തിയേക്കുവാണ്. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. പതിവിന്ന് മാറി, വിപരീതമായല്ല, പതിവിന്ന് മാറി ഇന്ന് അമ്മുവാണ് വണ്ടി ഓടിക്കുന്നത്. ഇവിടെ ഒക്കെ ലൈസൻസ് ഉണ്ടല്ലോ, ധൈര്യമായിട്ട് കൊടുത്തിട്ടിരിക്കാം. സമയത്തിൽ പോവാം കേട്ടോ. നിഷാന്തിന്റെ ഖത്തറിൽ വെച്ച് നമ്മൾ ലീവിന് വന്നപ്പോഴേ പറഞ്ഞതാണ് അവിടെ മൊത്തം നിഷാന്തനെ ഓടിക്കുന്നത്. സോ നാട്ടിൽ വന്നാൽ നിഷാന്തനെ ഫുള്ള് ബെസ്റ്റാണ്. നിഷാന്തിന്റെ മാവേനെ പിടിച്ച് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുകയാണ്. അത് അടിപൊളി റോഡാണ് ഓടിക്കുന്നത്, MC റോഡ്. രാവിലെ ആയതുകൊണ്ട് അധികം ക്രൗഡ് ഇല്ല. കുറച്ച് സമയം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തം വലിയ KSRTC ബസ്സും കാര്യങ്ങളൊക്കെ. ഓൾറെഡി ലോങ് ജേർണി ആയി. നിഷാന്തേട്ടൻ ഞാൻ ട്രിവാൻഡ്രത്ത് രാവിലെ ഓൾമോസ്റ്റ് 6 മണിക്ക് ഇറങ്ങി. 1 മണിക്കൂറിൽ ഇവളുടെ വീട് കടക്കലെത്തി. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇവളെ മാവേനെ എടുത്ത് നേരെ പോവുകയാണ്. കൊട്ടാരക്കര എന്റെ വീട്ടിൽ നിന്ന് 52 കിലോമീറ്റേഴ്സ് എന്തോ ആണ് നമ്മൾ ആക്ച്വലി ഇവിടെ ഓറഞ്ച് അലേർട്ടാണ് ട്രിവാൻഡ്രത്ത്. മഴ പക്ഷേ ഇതുവരെ മഴയൊന്നും കണ്ടില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മഴ പെയ്താൽ ഭയങ്കര ടഫാണ് ഓടിക്കാനായിട്ട്. കഴിഞ്ഞേന് പോയപ്പോഴ് മണ്ണാറശാല പോയപ്പോ നല്ല മഴയായിരുന്നു. പക്ഷെ അത് രാവിലെ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല രസമുള്ളൊരു വെതറാണ്. ബുദ്ധിമുട്ടായില്ല മഴ. പക്ഷെ ഇപ്രാവശ്യം ഇനി കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു അല്ലേ. ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പൊ നോർമലി മഴ പെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മള് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. സ്ട്രെയിറ്റ് പോകുമ്പോഴേ പാർക്കിംഗ്. വലിയ അമ്പലമാണ് കേട്ടോ. ഇവിടുത്തെ ഉണ്ണിയപ്പം ഭയങ്കര ഫേമസ് അല്ലേ അമ്മു? സൂപ്പർ ടേസ്റ്റാ. ലാസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഫസ്റ്റ് വിസിറ്റ്. അമ്മ പറഞ്ഞു ഇത്രയും ടേസ്റ്റുള്ള ഉണ്ണിയപ്പം വേറെ ജീവിതത്തിൽ കൂടെ ഇട്ടോ ഇവിടെ പറിക്കുന്നത്, കഴിച്ചിട്ടുണ്ടാകത്തില്ല എന്ന്. ഞാൻ വിചാരിച്ചു തള്ളാന്ന്, പക്ഷെ സത്യമായിരുന്നു. പറയുന്നില്ലേ യെസ്, ഏതാ എണീറ്റുകൊണ്ടിരിക്കുന്നു. നമ്മൾ രണ്ടുപേരായിട്ട് ആണ് ഈ അമ്പലത്തിൽ ലാസ്റ്റ് വന്നത്. അപ്പോൾ നമ്മൾ 3 പേരായിട്ട് നേരത്തെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഫുൾ അമ്പലവാസിയായിട്ട് പോവുകയാണ്. നല്ല രസമുള്ള അമ്പലമാണ് കേട്ടോ. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇവിടെ സ്ഥിരം വരുമായിരുന്നു. ഇതെന്താ ഇത് കറുത്ത ഗണപതി നമുക്ക് ഇട്ടാരോ? നമ്മള് പാവല്ലേ. അതൊക്കെ ഇഷ്ടമാണ്. മാറ്റത്തില്ല. ഇവിടെ ബാക്കിൽ തന്നെ ഒരു കടയുണ്ട്, അവിടുന്ന് തേങ്ങ മേടിക്കാം. ഓഡ് നമ്പേഴ്സ് മേടിക്കാവുള്ളൂ പറയുന്നത്. 7 മേടിച്ചു. അങ്ങനെ 11 അല്ലെങ്കിൽ 7 എന്ന് പറഞ്ഞല്ലേടാ. 1, 3, 5, 7 അങ്ങനെ. ഇവിടെയാണ് ഉണ്ണിയപ്പം കൊടുക്കുന്നത്, ഫേമസ് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പത്തിൻ്റെ കൗണ്ടർ ഇതാണ്. 40 രൂപയാണ് ഒരു കവർ. ഏതാ ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാപ്പ് അടിച്ച അമ്പലം, ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാപ്പ് അടിച്ച. എന്തായിട്ട് അടിപൊളി. 200 രൂപയ്ക്ക് വരെ 200 റിയാൽ എടുത്ത് കൊടുത്തല്ലേ.
200 രൂപയ്ക്ക് 10,000-4,000 രൂപ ഇപ്പൊ തീർത്തല്ല. ആളിങ്ങനെ എടുത്തിട്ടേ ഗാന്ധി ഇല്ലല്ലോ. അമ്പലക്കുളം ഉണ്ട് കേട്ടോ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ. നൈസ്. നമുക്കൊന്ന് ഇറങ്ങാം അല്ലേ? ഒരുപാട് മീനുണ്ടല്ലോ. കുട്ടികളെ മേടിച്ചു കൊടുക്കുന്നോ? വലിയ കുളമാ കേട്ടോ. നമ്മളങ്ങനെ കൊട്ടാരക്കരയിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത വരെ കാണാം. ഇനി എന്താ ഇനി നമ്മള് മണ്ണാറശാല പോവാം. ഇവിടുന്ന് ഒരു 1.5 hours എന്തായാലും എടുക്കും. 11 മണിക്ക് അമ്പലം അടയ്ക്കും. ഇപ്പൊ 9 ആവുന്നുണ്ട്. നമുക്ക് പോവാം. നമ്മൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. മണ്ണാറശാലല്ലേ ഇപ്പൊ നമ്മള് ചക്കുളം ദേവി ക്ഷേത്രത്തിലോട്ടാ പോകുന്നത്. മണ്ണാറശാല 11 മണിക്ക് അടയ്ക്കും. മണ്ണാറശാലക്ക് ഇനി ഒരു 10 കിലോമീറ്റർ കൂടെ ഉണ്ട്. നമ്മള് എങ്ങനെ ആയാലും അവിടുന്ന് കൊട്ടാരക്കരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ നല്ല സ്പീഡാ പോണത്. നമ്മൾ പീസ്ഫുൾ ആയിട്ട് പോകുമ്പോൾ ആവേം കൂടെ ഉള്ളതുകൊണ്ട് സോ നമ്മള് ചെറുതായിട്ട് പ്ലാൻ മാറ്റി. 1 മണി വരെ ചക്കുളത്ത് അമ്പലം അല്ലേ 1 മണി വരെ ഉണ്ട്. സോ അങ്ങോട്ട് പോകുന്നു. അങ്ങോട്ട് പോയിട്ട് തിരിച്ച് മണ്ണാറശാല 5 മണിക്ക് തുറക്കും. 5:30 തുറക്കും എന്നാണ് നെറ്റിൽ കാണിക്കുന്നത്. അപ്പൊ ഞാനൊരുക്ക മുന്നേ പോയപ്പോഴും വീട്ടിൽ നിന്ന് പോയപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മളെ പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ചെറുതായിട്ട് സ്റ്റേ ചെയ്യാം. എന്നിട്ട് 5 മണിയാകുമ്പോഴത്തേക്ക് നമ്മള് മണ്ണാറശാല പോകും. നമ്മൾ ഈ വരുന്ന വഴിക്ക് ഫുൾ അമ്പലമാണ്. നല്ല ഭംഗിയാണ്. അതെ, നല്ല ഭംഗിയുള്ള കൺസ്ട്രക്ഷൻ. നല്ല രസമാണല്ലേ അമ്പലം കാണാനായിട്ട്. സിഗ്നൽ ഉണ്ട്, റൗണ്ട് ബോട്ടും ഉണ്ട്. ഏത് സിസ്റ്റം ഫോളോ ചെയ്യണം? സിഗ്നൽ ഫോളോ ചെയ്യണം. എല്ലാരും എന്താ ഫോളോ ചെയ്യണം അത് ഫോളോ ചെയ്യണം. ഈ നമ്മൾ ക്രോസ് ചെയ്യുന്നത് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നത് പേര് മണിമലയാർ എന്നാണ്. നല്ല രസമുണ്ടല്ലേ. ഇനി നമ്മൾ അമ്പലത്തിലേക്ക് 450 മീറ്ററേ ഉള്ളൂ. ചക്കുളത്ത് അമ്പലത്തിന്റെ അടച്ചറിയില്ല. ഞാൻ ഇത്ര നേരം പറയുന്നത് നിശാന്തേനെ വിശ്വാസം വന്നില്ല. ഇപ്പൊ അമ്പലം കണ്ടിട്ട് എന്തൊരു അമ്പലമാണ്. പഴയ ഏതോ ഒരു സ്ഥലത്ത് വന്നാണ് കൊണ്ടിപ്പോ ഉണ്ട്. ഇത് ഉത്സവമൊക്കെ ആകുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഇത് വണ്ടി നിർത്തിയെടുത്ത് നിന്ന് നമ്പർ 1 പോകാനായിട്ട് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ. അപ്പോൾ 500 മീറ്റർ ഉണ്ട് അമ്പലത്തിൽ നിന്ന്. ഇവിടെ വരെ നടന്നു 5 രൂപ പേയും ചെയ്തു. അപ്പോഴത്തേക്ക് ഒരു കാഴ്ച ഉണ്ട്. എൻ്റെ ഇതിൽ മണി കെട്ടിയിരിക്കുന്നുണ്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അമ്പലത്തിനകത്ത് കയറുമ്പോൾ നമുക്ക് നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ. മൊത്തത്തിൽ ആംബിയൻസ് ഉള്ളൊരു അമ്പലം. ടോയ്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 പേർക്കൊക്കെ ഒരുമിച്ച് പോകും. ഭയങ്കര വലുത്. ഇങ്ങോട്ടോ ഈ അമ്പലത്തിന് വേണ്ടിയോ? സീൻ ഇറങ്ങിയിട്ട് ഓക്കെ. വരുന്ന വേദ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഇപ്പൊ പ്രാർത്ഥിക്കും കേട്ടോ. കാണിച്ചെടുത്തേ, കാണിച്ചെടുത്തേ. പ്രാർത്ഥിക്കാൻ ദൈവത്തിന് ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുക്കുന്നത്. നോക്ക് ഇവരുതാടി. വേദ ആനേനെ നോക്കണം. അവള് വേർക്കുന്നു. ആനെ കണ്ട വന്നതിന്റെ ഓർമ്മ ആണല്ലോ. ഈ വീഡിയോ ആയിരിക്കും ഇവള് കാണുന്നത്. ചക്കുളത്തമ്പലത്തിൽ വന്നാണ് ഹായ് വരെ വീഡിയോയില്. അമ്മ പറഞ്ഞ ശരി. ഹനുമാന്റെ വലിയൊരു ഇവിടെ എന്തോ ഇത് കുട്ടികളുണ്ടോ വേണ്ടിട്ടല്ലേ. ഇറങ്ങിക്കൂടാ ആര് ഏതാ തൊട്ടാ നല്ല ചൂടൊക്കെയാണ്. കുറച്ച് ടയേർഡായി. പക്ഷെ അമ്പലപ്പുഴ 12:30 ആവും അടയ്ക്കാനെന്ന് പറയുന്നത് ഇവിടുത്തെ പോറ്റി അല്ലേ. ഹനുമാൻ സ്വാമിയുടെ അവിടെ നിന്ന് പോറ്റി പറഞ്ഞു 12:30 ആവും. സോ അവിടെ അടുത്താണ്. അമ്മ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൂടെ പോയിട്ട് നമുക്ക് ഒരു എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യണം. കാര്യം മണ്ണാർശാല ഇനിയിപ്പോൾ 5 മണിക്കേ പോകാൻ പറ്റത്തുള്ളൂ. സോ അതിൻ്റെതായ അല്ലേ നമുക്ക് നോക്കാം. എന്തായാലും അമ്പലപ്പുഴയും കൂടെ കയറാം. ബാ. പോകുന്നതിൻ്റെ 2 സൈഡും പാടമാണ്. നല്ല രസമുണ്ടാക്കി. ഒത്തിരി എന്താ പറയാ ഡിസ്റ്റർബ് ആയിട്ടിരിക്കുകയാണ്. നമുക്കറിയില്ല.
മാറ്റാറുണ്ട്, പാമ്പേഴ്സ് മാറ്റാറായി, അതാണോന്ന് അറിയില്ല. ഇപ്പൊ മാറ്റാടാ. 12:30 വരെ ഉണ്ട് അമ്പലം. നമ്മൾ 12:20 ഭയങ്കര പീസ്ഫുൾ അല്ലേ? സമയത്താണ് വന്നത്. ഇവിടെയും ഷർട്ട് വരണം കേട്ടോ. എന്ത് പറ്റി? എന്തുവാടാ വേദാത്? ഫിഷ് എന്തിയേ? ഫിഷ് എന്തിയേ? ഓ ഫിഷ്. ഫിഷ് കാലിൽ തൊട്ടാലും കുഴപ്പമില്ല, കാലിൽ തൊട്ടിട്ടാ പോണേ. വീടല്ലേ? ഏതൊക്കെ എന്താ പറയാനുള്ള? ഏത് പൂച്ചയെ കണ്ട എക്സൈറ്റ്മെന്റില്? ഏത് ചെറിയൊരു പൂച്ച എന്തിനെങ്കിലും കണ്ടാ പിന്നെ അത് മതി. ഇതങ്ങനെ തുറന്നു. 12:40 പായസം കുടിക്കാന്നുള്ള ആഗ്രഹത്തോടെ അവിടെ ക്യൂ നിന്ന്. പക്ഷെ 1:30 ഓപ്പൺ ആവുള്ളൂ. സോ വേണ്ടെന്ന് വെച്ചു. അമ്മും വൈഫ് വേദന അമ്മ ഇതിനകത്ത് ഇരിക്കുകയായിരുന്നു. എടി അമ്മു, ഞാൻ ഇറങ്ങിയതോ ക്യൂ മൂവ് ചെയ്ത് തുടങ്ങി. നോക്കടി, പ്രശ്നം മനസ്സിലായില്ലേ? ഇപ്പൊ പോട്ടോ. ഒരു പശു കിടക്കുന്നുണ്ട. വേദ പശുവിനെ കണ്ടാ? നോക്ക്, വേദ പശുവിനെ കണ്ട? എന്ത് വലുതാ പശു. ഒരു ഹായ് പറ പശുവിന്. ഹായൊക്കെ പറയുന്നു. ഇങ്ങോട്ട് എനിക്ക് വന്ന രസം കാണുക. നല്ല വലുപ്പമുണ്ട്. നല്ല പഴയ കൺസ്ട്രക്ഷനാണല്ലോ. വാവോ, ഇതിനകത്തൊരു ഗുരുവായൂർ കണക്ക് ഇവിടെ അങ്ങനെ കുറെ ഷോപ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് അമ്പലപ്പുഴ പാൽപ്പായസം കിട്ടി. നമ്മൾ ഫസ്റ്റ് നിശാന്തയുടെ ക്യൂ നിന്ന് പക്ഷെ കിട്ടിയില്ല. അവസാനം നമ്മൾ വിഷമിച്ച് വേദേനെ ഇറക്കി. വേദയായിട്ട് ക്യൂ ചെയ്യുന്നപ്പോൾ അവിടെ ആരും ഇല്ല. അപ്പൊ ഒരാള് 160 രൂപ അടച്ച ആള് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾക്ക് 1 ലിറ്റർ അമ്പലപ്പുഴ മോസ്റ്റ് ഫേമസ് പാൽപ്പായസം ഇൻ കേരള അല്ലെങ്കിൽ ഇൻ ദ വേൾഡ് അല്ലേ? നമുക്ക് കിട്ടി. ഞാൻ ഫസ്റ്റ് ടൈം. നീ ഇതിനു മുമ്പ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാ ഇതാ? അങ്ങനെ നമ്മൾ മണ്ണാർശാല എന്തായാലും വന്ന സ്ഥിതിക്ക് പോകാൻ തന്നെ വിചാരിച്ചു. നമ്മളങ്ങനെ മിനർവ സ്യൂട്ട്സ് എന്ന് പറഞ്ഞൊരു ഉറങ്ങി 5:30 ആകുമ്പോഴത്തേക്ക് എങ്ങോട്ട് പോകും? മണ്ണാർശാലയിലേക്ക് പോകും. അടിപൊളി സൺസെറ്റ്, നല്ല രസമുള്ള സൺസെറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നമുക്ക് മണ്ണാർശാല അമ്പലം വെട്ടത്തിൽ കിട്ടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. നമ്മളെല്ലാം മണ്ണാർശാല വന്നിരിക്കുകയാണ്. ഇവിടെ ഉണ്ട് ഈ ടോയ്സ് ഒക്കെ വിൽക്കുന്ന കണക്ക് ഒരു കടയായിട്ട്. പാർക്കിംഗ് ഒക്കെ ഭയങ്കര വലുതാ. നമ്മൾ വേദയായിട്ട് ഇറങ്ങിയാണ്. വേദയ്ക്ക് ചെറിയൊരു നിർബന്ധം അല്ലേ? ഹലോ മിസ്റ്റർ. അമ്പലത്തിന്റെ ചുറ്റും ഇങ്ങനെ കാട് കണക്കാണ്. ഏത് എവിടെ പോകുന്നു? എന്തെങ്കിലും പറയാനുണ്ടോ? ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട്. അഞ്ച് മണി ആയിട്ടേ ഉള്ളൂ, പക്ഷെ നല്ല ഇരുട്ടാണ്. ഇൻസൈഡ് ഇപ്പോഴും ഭയങ്കര ഇരുട്ടായിട്ടിരിക്കുക. ഇത് വേണ്ട, അമ്പലത്തിൽ നിന്ന് ആക്ച്വലി ഇങ്ങനെ ഒരു വഴി വെളിയിലേക്ക് കിടപ്പുണ്ട്, നല്ല രസമായിട്ട്. അമ്പലത്തിനകത്ത് കൂടുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, സോ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇത് അമ്പലത്തിനകം തന്നെയാണ് കണ്ടത്. ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് ഇങ്ങോട്ട് അമ്പലത്തിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണിത്. കാട് കണക്ക് നമുക്ക് വരുന്നുണ്ടല്ലേ. ഇത് ഡിഫറെൻറ്റ്. വേദ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേദ നീ എന്താ കാണുന്നത്? നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ, നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇറങ്ങിയതാ, സോ പറ്റിയില്ല. പിന്നെ 5:30 തുറക്കുന്നത്. 5:30 തുറന്നിട്ട് നേരത്തെ അടയ്ക്കുമെന്നറിയില്ല. 5:30 വന്ന പിന്നെ ഇരുട്ടായല്ലോ. അപ്പോൾ ഏറ്റവും ഭംഗിയുണ്ടായിരുന്ന സ്ഥലം ഇതായിരുന്നു. കുളവും ഭയങ്കര രസമായിരുന്നു. ഇവിടെ നല്ല മഴയൊക്കെ പെയ്ത് ഇന്നും ഇരുട്ടായി പോയി. ആക്ച്വലി നമ്മൾ ഈ അമ്പലത്തിലെ ഏറ്റവും നല്ല ഭംഗിയായിട്ട് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഭംഗി കാണിക്കാനാണ് വ്ളോഗ് ചെയ്യാന്ന് വെച്ചാൽ. പക്ഷേ ഇത് അമ്പലപ്പുഴയും പിന്നെ
മറ്റേ അമ്പലത്തിന് പേരുന്നത് ചക്കുളം അമ്പലമൊക്കെയാണ് നല്ല ലൈറ്റിൽ കാണിക്കാൻ പറ്റിയത്. അപ്പോൾ ഈ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കണം. മഴയുണ്ടെന്ന് പറയുന്നു ട്രിവാൻഡ്രത്തേക്ക്. ചിലപ്പോൾ നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ പോവും. അപ്പോൾ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട്. സോ അല്ലേമോ? വേറെ ഒന്നുമില്ലല്ലോ, എന്താ പറയാനുള്ള? നേരത്തെ അങ്ങോട്ട് ഒരു അട്ടയെ കണ്ടു. ഞാൻ തിരിച്ച് അട്ടയെ നോക്കി നടക്കാം. ഒരു വലിയൊരു അട്ട അല്ലേ?